കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കിയ ഒരു പാതിരാ നാടകത്തിന്റെ കഥ കേൾക്കണം. മൈക്കിന് മുന്നിൽ നരേന്ദ്രമോദിയെയും BJPയും വെല്ലുവിളിക്കുന്നവരും കേന്ദ്ര പദ്ധതികളൊക്കെ സംഘപരിവാർ അജണ്ട എന്ന് മുറവിളി കൂട്ടുന്നവരും ഇരുട്ടിന്റെ മറവിൽ സ്വന്തം മന്ത്രിസഭയെ പോലും അറിയിക്കാതെ കേന്ദ്രത്തിന് മുന്നിൽ എങ്ങനെയാണ് മുട്ടുകൂത്തിയതെന്നറിയാമോ? അതെ, കേരളം കണ്ട ഏറ്റവും വലിയ ഇരട്ടച്ചങ്കൻ മോദി സർക്കാരിന്റെ വികസനത്തിന് മുന്നിൽ അടിയറവ് പറഞ്ഞ ആ രഹസ്യരേഖകൾ ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. ഈ വീഡിയോ മുഴുവനായും കാണുക, കാരണം നിങ്ങൾ വിശ്വസിച്ച രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ഇരട്ടത്താപ്പും വഞ്ചനയുമാണ് ഇത് നമ്മൾ പൊളിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കേരളത്തിന്റെ നിയമസഭയിൽ കഴിഞ്ഞ ദിവസം അരങ്ങേറിയ ഒരു ഒന്നാന്തരം പൊളിറ്റിക്കൽ ത്രില്ലറിനെ കുറിച്ചാണ്. പക്ക നാടകം എന്ന് തന്നെ പറയാം. അടിയന്തര പ്രമേയം എന്ന പേരിൽ ഭരണപക്ഷത്തെ വെട്ടിലാക്കാൻ വന്ന പ്രതിപക്ഷം, അതായത് സാക്ഷാൽ പിണറായി വിജയൻ നയിക്കുന്ന LDF സ്വന്തം കുഴി തോണ്ടി അതിൽ തന്നെ വീഴുന്ന കാഴ്ചയാണ് കേരളം കണ്ടത്. വളരെ സന്തോഷത്തോടെ നോക്കി നിന്ന ഒരു സംഭവം എന്ന് പറയാം. വിഷയം നരേന്ദ്രമോദി സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ PM ശ്രീ സ്കൂളുകളാണ്. പുറത്ത് കാക്കി ട്രൗസറും RSS അജണ്ടയും പറഞ്ഞ് ജനങ്ങളെ പേടിപ്പിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തനിനിറം എത്രത്തോളം കാപട്യം നിറഞ്ഞതാണെന്ന് ഈ ഒരൊറ്റ സംഭവത്തോടെ വ്യക്തമായിരിക്കുകയാണ്. നമുക്ക് ഈ വിഷയത്തിന്റെ വിശദാംശങ്ങളിലേക്കൊന്ന് കടക്കാം. ഒരു സസ്പെൻസ് സിനിമയെ വെല്ലുന്ന ട്വിസ്റ്റുകളാണ് ഈ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്നിരിക്കുന്നത്, നിലവിൽ സംഭവിക്കുന്നതും നടന്നു കഴിഞ്ഞതും. നമുക്ക് ആദ്യം എന്താണ് ഈ പദ്ധതി എന്ന് ഒന്ന് വിശദമായി നോക്കാം. പലരും പറഞ്ഞു കേട്ടല്ലേ അറിയൂ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണത്തിൽ ഉയർക്കേണ്ട ഒരു ബൃഹത്തായ പദ്ധതിയാണ് PM സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ അഥവാ PM ശ്രീ ദേശീയ വിദ്യാഭ്യാസ നയം NEP 2020. വിഭാവനം ചെയ്യുന്ന ഗുണനിലവാരമുള്ളതും ആധുനികവുമായ വിദ്യാഭ്യാസം രാജ്യത്തെ കോടിക്കണക്കിന് കുട്ടികൾക്ക് ലഭ്യമാക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. രാജ്യത്തുടനീളമുള്ള 14,500-ലധികം സ്കൂളുകളെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുക. അവിടെ സ്മാർട്ട് ക്ലാസ് റൂമുകൾ, ആധുനിക ലാബുകൾ, കായിക സൗകര്യങ്ങൾ എന്നിവയെല്ലാം ഒരുക്കുക. ഇതിനൊക്കെ വേണ്ടി കേന്ദ്ര സർക്കാർ കോടിക്കണക്കിന് രൂപയാണ് സംസ്ഥാനങ്ങൾക്ക് നൽകുന്നത്. എന്നാൽ കേരളത്തിലെ ഇടതുപക്ഷത്തിന് ഇതിൽ വലിയൊരു പ്രശ്നമുണ്ട്. ഈ പദ്ധതി കേരളത്തിൽ വന്നാൽ തങ്ങളുടെ കാലഹരണപ്പെട്ട സിലബസുകൾ മാറ്റേണ്ടി വരും. കുട്ടികൾ ദേശീയ നിലവാരത്തിലേക്ക് ഉയരും. ഏറ്റവും പ്രധാനമായി ഈ വികസനത്തിന്റെ ക്രെഡിറ്റ് നരേന്ദ്രമോദിക്ക് പോകും. ഇവിടുത്തെ കുട്ടികൾക്ക് നല്ല നല്ല സൗകര്യം ലഭിക്കും. സഹിക്കാനാവോ? ഇത് സഹിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് PM ശ്രീ എന്നത് ഒരു സംഘപരിവാർ അജണ്ടയാണെന്ന് പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്ത് CPM നേതാക്കൾ ഘോരഘോരം പ്രസംഗിക്കാൻ തുടങ്ങിയത്. നമ്മളെ അത്രത്തോളം മാനിപ്പുലേറ്റ് ചെയ്യാൻ അവർ ശ്രമിച്ചു. പിണറായി വിജയനും കൂട്ടരും ഈ പദ്ധതിയെ കേരളത്തിന്റെ പടിവാതിൽക്കൽ പോലും അടുപ്പിക്കില്ല എന്ന് വീരവാദവും മുഴക്കിയത് നമ്മൾ കണ്ടതാണ്. എന്നാൽ ക്യാമറകൾ ഓഫ് ചെയ്തപ്പോൾ നടന്നത് മറ്റൊന്നായിരുന്നു. ഇനി വരാൻ പോകുന്നത് ഈ കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് ആണ്. നമ്മളെല്ലാവരും കരുതിയത് പിണറായി വിജയൻ സർക്കാരും അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായ V ശിവൻകുട്ടിയും ഈ പദ്ധതിയെ അറബിക്കടലിൽ എറിഞ്ഞു എന്നായിരുന്നല്ലോ. എന്നാൽ കാലം മാറി, പുതിയ സർക്കാർ വന്നു. ഇന്നത്തെ നിയമസഭയിൽ ഇപ്പോഴത്തെ UDF വിദ്യാഭ്യാസ മന്ത്രി N ശംസുദ്ദീൻ സഭയുടെ മേശപ്പുറത്ത് വെച്ച രേഖകൾ കേരള ജനതയുടെ കണ്ണു തള്ളിക്കുന്നതായിരുന്നു. 2025 ഒക്ടോബർ 16 ആരും അറിയാതെ, സ്വന്തം മന്ത്രിസഭയിലെ സഹമന്ത്രിമാരെ പോലും അറിയിക്കാതെ, ഒരു ക്യാബിനറ്റ് ചർച്ച പോലും നടത്താതെ പിണറായി വിജയന്റെ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി കേന്ദ്ര സർക്കാരിന് ഒരു കത്തയച്ചു. എന്താണതിൽ? PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കാൻ ഞങ്ങൾ പൂർണ്ണ സജ്ജരാണ്. ഞങ്ങൾക്ക് അനുവാദം, ഇരു കൈയും നീട്ടി നിങ്ങളെ ഞങ്ങൾ സ്വീകരിക്കുന്നു, ഞങ്ങൾ തയ്യാറാണെന്ന് കാണിച്ച് ഒരു ഒപ്പിടൽ. അത് വെറുമൊരൊപ്പായിരുന്നില്ല. ഈ പദ്ധതിയിൽ നിന്നും ഏകപക്ഷീയമായി പിന്മാറാനുള്ള അവകാശവും അധികാരവും കേന്ദ്ര സർക്കാരിന് മാത്രമാണ് എന്ന അതികർശനമായ വ്യവസ്ഥ അംഗീകരിച്ചുകൊണ്ടാണ് വിപ്ലവ പാർട്ടി, അതായത് ഘോരഘോരം പ്രസംഗിച്ച അതേ വിപ്ലവ പാർട്ടി ഒപ്പിട്ടത്. അതായത് ഒപ്പിട്ട പിന്നെ കേരളത്തിന് ഇതിൽ നിന്ന് ഊരിപ്പോരാൻ കഴിയില്ല. അതായത് ഇത് അന്തിമമാണ്. അത്രയ്ക്കും വലിയ വലിയ ഡയലോഗുകൾ അടിച്ചിട്ട് എന്നിട്ട് പിണറായി വിജയനെ പ്രേരിപ്പിച്ചത്, ഈ ഒപ്പിടാൻ വേണ്ടി പ്രേരിപ്പിച്ചത് എന്തായിരുന്നു? ഉത്തരം വളരെ ലളിതമാണ്. പണം. കേന്ദ്രം തടഞ്ഞു വെച്ചിരുന്ന 99.27 കോടി രൂപയുടെ സമഗ്ര ശിക്ഷ കേരളം എന്ന ഈ ഫണ്ട് കൈപ്പറ്റാൻ വേണ്ടി അതുവരെ പറഞ്ഞിരുന്ന ആദർശങ്ങളും സംഘപരിവാർ വിരുദ്ധതയും നവോത്ഥാനവും എല്ലാം LDF സർക്കാർ നരേന്ദ്രമോദിയുടെ കാൽക്കൽ അടിയറവ് വെച്ചു. അങ്ങനെ വേണം ഇപ്പോഴത്തെ ഇവരുടെ ഈ കാട്ടായങ്ങൾ ഓർക്കുമ്പോൾ പറയാൻ തോന്നുന്നത്. അകത്ത് മോദിയുടെ ഫണ്ടിന് വേണ്ടി ഏത് വ്യവസ്ഥയും അംഗീകരിക്കാനുള്ള വല്ലാത്തൊരു തത്രപ്പാടും, പുറത്ത് മോദി വിരോധവും. ഇതൊന്നും അറിയാതെയാണ്, അല്ലെങ്കിൽ ജനങ്ങൾ ഇതൊന്നും അറിയില്ലെന്ന അഹങ്കാരത്തിലാണ് LDFിലെ P പ്രസാദിനെ കൊണ്ട് നിയമസഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ് കൊടുപ്പിച്ചത്. അതായത് നിലവിലെ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ചട്ടങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരെ സംസാരിച്ചവർക്കുള്ള മറുപടിയായി
അതായത് നിലവിലെ സാഹചര്യത്തിൽ UDF സർക്കാർ കേന്ദ്രത്തിന്റെ സംഘപരിവാർ അജണ്ടകൾക്ക് മുമ്പിൽ നിർലജ്ജം കീഴടങ്ങുകയാണോ എന്നൊക്കെ പ്രതിപക്ഷ നേതാവായ പിണറായി വിജയൻ നിയമസഭയിൽ ആഞ്ഞടിച്ച രംഗമൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ അതിനൊരു മറുപടി കൊടുക്കാതിരുന്നാൽ എങ്ങനെയാണല്ലേ? കേന്ദ്രത്തിന്റെ കാൽക്കൽ വീണത് UDF ആണെന്നാണ് പിണറായിയുടെ വാദം. എന്നാൽ മന്ത്രി ഷംസുദ്ദീൻ എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞ LDF സർക്കാർ ഒപ്പിട്ട ആ രേഖകൾ ഓരോന്നോരോന്നായി വായിച്ചപ്പോൾ പ്രതിപക്ഷ ബെഞ്ചിൽ സൂചി വീണാൽ കേൾക്കുന്ന നിശബ്ദതയായിരുന്നു. അതായത് പിണറായിയുടെ നാക്കിന്റെ പിരിവെട്ടി എന്ന് പറയാം. മാത്രമല്ല, മറ്റൊരു വമ്പൻ ബോംബ് കൂടി മന്ത്രി ഷംസുദ്ദീൻ അവിടെ പൊട്ടിച്ചു. സാക്ഷാൽ CPMന്റെ മുഖപത്രമായ ദേശാഭിമാനിയിൽ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന V ശിവൻകുട്ടി എഴുതിയ ഒരു ലേഖനം മന്ത്രിസഭയിൽ വായിച്ചു കേൾപ്പിച്ചു. എന്തായിരുന്നു ആ ലേഖനത്തിലെ വിഷയം? നമുക്കതുകൂടി ഒന്ന് ചർച്ച ചെയ്യാം, ഇല്ലാതെ ഈ വിഷയം കംപ്ലീറ്റ് ആവില്ല. PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത് കുട്ടികളുടെ ഭാവിക്കാണെന്ന് ചിരിക്കാതിരിക്കാൻ കഴിയുമോ? അമ്മാതിരി ഡയലോഗല്ലേ ആദ്യവർ ഇതിനെതിരെ പറഞ്ഞത്. പിണറായി വിജയൻ സഭയിൽ പറയുന്നു PM ശ്രീ സംഘപരിവാർ അജണ്ടയാണെന്ന്. സ്വന്തം പാർട്ടിയുടെ മുഖപത്രത്തിൽ സ്വന്തം ആളെഴുതുന്നു അത് കുട്ടികളുടെ ഭാവിക്ക് വേണ്ടിയുള്ളതാണെന്ന്. എന്തൊരു വിരോധാഭാസമാണത്! എവിടെങ്കിലും ഒന്നും ഉറച്ചു നിൽക്കണ്ടേ സാറേ? ജനങ്ങളെ ഇത്രയും വിഡ്ഢികളാക്കുന്ന മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യയിലുണ്ടോ എന്ന് സംശയമാണ്. കേരളത്തിൽ ജനങ്ങൾ പ്രബുദ്ധരാണെന്ന് പറയുകയും ചെയ്യും, ഇവരെയൊക്കെ വളമിട്ട് വളർത്തുകയും ചെയ്യും. എന്തായാലും ഒന്നും പറയാനില്ല. എന്തായാലും ജാള്യത മറയ്ക്കാൻ വേണ്ടി ഒടുവിൽ അവർക്ക് സഭ ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോകേണ്ടി വന്നു. അതാണ് അവസാനത്തെ അടവ്. ഒന്നും മറുപടി പറയാനില്ലല്ലോ. ഇനി നമുക്ക് UDFന്റെ കാര്യം നോക്കാം. പ്രതിപക്ഷത്തിരുന്നപ്പോൾ UDF നേതാക്കളും കുറഞ്ഞതൊന്നും പറഞ്ഞിരുന്നില്ല. അധികാരത്തിൽ വന്നാൽ ഈ പദ്ധതിയെ എവിടെയെങ്കിലും ഒഴുക്കിക്കളയും എന്നൊക്കെ ആയിരുന്നു ഇവരുടെയും വീരവാദം. എന്നാൽ ഭരണത്തിൽ കയറി രേഖകളൊക്കെ പരിശോധിച്ചപ്പോഴല്ലേ മന്ത്രി ഷംസുദ്ദീനും കൂട്ടർക്കും കാര്യം മനസ്സിലായത്. എന്തായാലും മുൻഗാമിയായ പിണറായി വിജയൻ എല്ലാം പൂട്ടിക്കെട്ടി താക്കോല് നരേന്ദ്രമോദിയെ ഏൽപ്പിച്ചിട്ടാണ് പോയിരിക്കുന്നതെന്ന് അവർ ഇപ്പോൾ മുഴക്കുന്നു. പക്ഷേ ഈ PM ശ്രീ കൊണ്ട് നമ്മുടെ കേരളത്തിന് വരാൻ പോകുന്ന മാറ്റങ്ങൾ, ഇവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ വരുന്ന വലിയ വലിയ മാറ്റങ്ങൾ, കുട്ടികൾക്കുണ്ടാകുന്ന വലിയ ഭാവി, അതെല്ലാം നമുക്ക് കണ്ടു തന്നെ അറിയണം. ഇപ്പോൾ ഈ വീരവാദം ഉയർത്തുന്നവർക്കും ഇതിനെതിരെ സംസാരിക്കുന്നവർക്കും ഇവർക്ക് തന്നെ അറിയാം ഇത് നല്ല ഭാവിക്കുള്ളതാണെന്ന്. പക്ഷേ രാഷ്ട്രീയപരമായ ആശയങ്ങൾ കാരണം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ഇങ്ങനെയൊക്കെ പറയാനേ സാധിക്കുള്ളൂ. എന്തായാലും അവരുടെ കാലാവധി തീർന്നിട്ടും ഒരു തവണ പോലും യോഗം ചേർന്നില്ല എന്നതും മന്ത്രിസഭയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ UDFും അതുപോലെ ഒരു പുതിയ സമിതിയെ ഉണ്ടാക്കി സമയം നീട്ടിക്കൊണ്ടുപോകാനായി നല്ലോണം ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ വിജയിച്ചതാരാണ്? അന്തിമ വിജയം നരേന്ദ്രമോദി സർക്കാരിന്റെ ഇച്ഛാശക്തിക്ക് തന്നെയാണ്. കേരളത്തിലെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം ലഭിക്കണം, അവർ ദേശീയ തലത്തിൽ മത്സരിക്കാൻ പ്രാപ്തരാകണം. ഈ കേന്ദ്ര സർക്കാരിന്റെ ഈ ഉറച്ച തീരുമാനത്തിന് മുന്നിൽ ഈ വില കുറഞ്ഞ രാഷ്ട്രീയ നാടകങ്ങൾക്കൊന്നും തന്നെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ കഴിയില്ല. ഈ സംഭവം കേരളത്തിലെ ജനങ്ങൾക്ക് നൽകുന്ന ഒരു വലിയ സന്ദേശമുണ്ട്. വികസനത്തിന്റെ കാര്യത്തിൽ നരേന്ദ്രമോദി സർക്കാരിന് കൃത്യമായ ഒരു വിഷനുണ്ട്. അത് നമ്മൾ കണ്ട് മനസ്സിലാക്കിയതാണ് ഈ 12 കൊല്ലം കൊണ്ട്. എന്തായാലും രാജ്യത്തിന്റെ ഭാവിയാണ് അവർക്ക് മുന്നിലുള്ളത്. PM ശ്രീ പദ്ധതിയിലൂടെ രാജ്യത്തെ ആയിരക്കണക്കിന് സ്കൂളുകൾ ഡിജിറ്റൽ യുഗത്തിലേക്ക് ചുവട് വെക്കുമ്പോൾ, കുട്ടികൾ വലിയ വലിയ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങുമ്പോൾ കേരളം മാത്രം അതിൽ നിന്നും മാറി നിൽക്കുന്നത് ആത്മഹത്യാപരമാണ്. ഇടതുപക്ഷത്തിന്റെ കപട നാടകങ്ങൾ നമ്മൾ തിരിച്ചറിയണം. അതുപോലെ തന്നെയാണ് വലതുപക്ഷത്തിന്റെയും. രാവിലെ എഴുന്നേറ്റ് കേന്ദ്ര സർക്കാരിനെ തെറി പറയുക, വൈകുന്നേരം കേന്ദ്ര ഫണ്ടിന് വേണ്ടി രഹസ്യമായി ഒപ്പിട്ട് കൊടുക്കുക, എന്നിട്ട് അത് പുറത്താകുമ്പോൾ ന്യായീകരണ കമ്മിറ്റിയുമായി ന്യായീകരണ തൊഴിലാളികളെ വെച്ച് ക്യാപ്സ്യൂളുകൾ ഇറക്കുക, അതുപോലെ സഭ ബഹിഷ്കരിക്കുക. ഈ രീതിയാണ് പിണറായി വിജയനും സംഘവും കാലങ്ങളായി തുടരുന്നത്. ഒരു വശത്ത് ധാരണാപത്രത്തിൽ ഒപ്പിടുകയും മറുവശത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തേണ്ട സ്കൂളുകളുടെ ലിസ്റ്റ് പോലും കേന്ദ്രത്തിന് കൈമാറാതെ പദ്ധതിയെ അട്ടിമറിക്കാൻ ശ്രമിക്കുക. ഇത്തരത്തിലുള്ള നാണം കെട്ട നീക്കങ്ങൾ മാത്രമേ അവരെ കൊണ്ട് സാധിക്കുകയുള്ളൂ. എന്തായാലും അതുകൊണ്ടൊന്നും ഒരു ഗുണവുമില്ല. നമ്മുടെ കുട്ടികൾ മികച്ച ഭാവി സ്വന്തമാക്കും. അവർക്ക് വലിയ വലിയ സ്വപ്നങ്ങൾ കാണാൻ സാധിക്കട്ടെ. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.